നമസ്കാരം. കൊച്ചി കായലിൽ മുങ്ങിത്തപ്പിയിട്ട് മിഷേൽ ഷാജിയുടെ മൊബൈൽ ഫോണും ബാഗും കണ്ടെത്താനാകാതെ പോലീസ്. ബാലുശ്ശേരിയിൽ 2ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച 17-കാരന് പോക്സോ. അന്ധവിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. കുണ്ടറ പീഡന കേസിലെ മുത്തച്ഛൻ റിമാൻഡിൽ. ബിസിനസ്സുകാരനെ കൊലപ്പെടുത്തി സൂട്ട് കേസിലാക്കിയത് സ്വന്തം ഭാര്യ. പിഞ്ചുബാലനെ ചുറ്റുകയ്ക്കടിച്ചു കൊലപ്പെടുത്തിയത് ഇന്ത്യൻ വംശജൻ. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കുണ്ടറ പീഡനക്കേസിലെ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. നേരത്തെ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ ഇയാളെ വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. അതേസമയം കുട്ടിയുടേത് കൊലപാതകമാണെന്ന് പെൺകുട്ടിയുടെ പിതാവ് ആവർത്തിച്ചു. രാവിലെ 10 മണിയോടെയായിരുന്നു പ്രതിയായ മുത്തച്ഛനെ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചത്. തുടർന്ന് ഇയാളുടെ സ്വന്തം വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. ഇതിനിടെ പ്രതിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പ്രതിയെ ചിലർ ആക്രമിക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കുടുംബത്തിലെ ഒരാളെയും നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇനി ഈ അയലത്ത് ഇവരിവിടെ വേണ്ട സാറേ. കാര്യം ഞങ്ങൾ അനുഭവിച്ച വേദന 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയില്ല. ഇവിടെ ഇവര് വന്നതിന് ശേഷമുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ബഹളോ എന്തെങ്കിലും കേട്ടാലും ഓടി വരാൻ രാത്രി കാലങ്ങളിൽ സമാധാനമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്കെന്ത് കാര്യമാണെന്ന് ചോദിക്കും ഇവിടെ. അതുകൊണ്ട് ഇനി ഈ കുടുംബം ഇവിടെ വേണ്ട. ഭയക്കുക എന്ന് പറഞ്ഞാൽ ഈ അപ്പനെ മോനെ ഭയക്കുന്നതാണ്, അല്ല വേറെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. പ്രതിഷേധം കണക്കിലെടുത്ത് വീടുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന പോലീസ് വാദം തള്ളി പെൺകുട്ടിയുടെ പിതാവ് രംഗത്തെത്തി. മുത്തച്ഛനും അമ്മാവനും ചേർന്ന് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. ചോദ്യം ചെയ്യലിനിടെ പോലീസ് മർദ്ദിച്ചെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡനത്തിന് ഇരയാക്കിയതായി പരാതി. സംഭവത്തിൽ അയൽവാസിയായ 17-കാരനാണ് പിടിയിലായത്. ബാലുശ്ശേരി പോലീസ് 17-കാരനെ അറസ്റ്റ് ചെയ്ത് ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. അയൽവാസിയും ബന്ധുവുമായ 17-കാരനാണ് 2ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചത്. പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ട് കുട്ടിയെ കഴുത്തുഞെരിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കുട്ടിയുടെ കഴുതയിൽപ്പെട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ ചോദിച്ചപ്പോഴാണ് പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. തുടർന്ന് അച്ഛൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. അറസ്റ്റ് ചെയ്ത 17-കാരനെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. പോക്സോ നിയമപ്രകാരം കേസും എടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കൊളത്തറ അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിലായി. മലപ്പുറം സ്വദേശിയായ ഫിറോസ് ഖാനെയാണ് നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊളത്തറ അന്ധവിദ്യാലയത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ വെച്ചും മൂത്രപ്പുരയിൽ വെച്ചും പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. വിദ്യാർത്ഥിനി പീഡന വിവരം വെളിപ്പെടുത്തിയതോടെ മാതാപിതാക്കൾ പ്രധാനാധ്യാപകനെ വിവരമറിയിക്കുകയായിരുന്നു. പ്രധാനാധ്യാപകന്റെ പരാതിയെ തുടർന്ന് ചൈൽഡ് ലൈൻ അന്വേഷണം നടത്തി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പീഡന വിവരം പുറത്തറിഞ്ഞതോടെ ഒളിവിലായിരുന്ന ഫിറോസ് ഖാനെ നല്ലളം CIയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ആ സ്കൂളിലെ കണക്ക് അധ്യാപകനായ ഫിറോസ് ഖാൻ എന്ന അധ്യാപകനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊച്ചിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ മൊബൈൽ ഫോണും ബാഗും കണ്ടെത്താൻ കൊച്ചി കായലിൽ പരിശോധന നടത്തി. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ നിർദ്ദേശപ്രകാരം സ്വകാര്യ ഏജൻസിയാണ് ഗോശ്രീ പാലത്തിന് താഴെ പരിശോധന നടത്തിയത്. മണിക്കൂറുകളോളം പരിശോധന തുടർന്നെങ്കിലും മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. ഗോശ്രീ 2ാം പാലത്തിന് താഴെയാണ് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തിയത്. പരിശോധന മണിക്കൂറുകൾ നീണ്ടെങ്കിലും മൊബൈൽ ഫോണോ ബാഗോ കണ്ടെത്താനായില്ല. മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്ന് ക്രൈംബ്രാഞ്ചും ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. മിഷേൽ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപായി മെസ്സേജുകളോ ഫോൺ കോളുകളോ വന്നിട്ടുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. അവസാനമായി വന്ന ഫോൺ കോൾ ആരുടേതാണ്, അവസാനം അയച്ച മെസ്സേജുകളുടെ ഉള്ളടക്കമെന്ത് തുടങ്ങിയവയെല്ലാം അറിയണമെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാലാണ് മൊബൈൽ ഫോണിനായി കായലിൽ വിശദമായ പരിശോധന നടത്തിയത്. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രോണിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ക്രോണിൻ ജോലി ചെയ്തിരുന്ന ഛത്തീസ്ഗഡിലെ സ്ഥാപനത്തിലും താമസ സ്ഥലത്തും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ മാസം 24-ന് ക്രോണിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിലെ CA വിദ്യാർത്ഥിനി മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2 ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് നീക്കം. തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളും പ്രചരിപ്പിച്ചതിനാണ് നടപടി.
CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് 2 ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് നീക്കം. തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളും പ്രചരിപ്പിച്ചതിന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി, ജസ്റ്റിസ് ഫോർ മിഷേൽ എന്നീ ഗ്രൂപ്പുകൾക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിക്കുക. 2 ഗ്രൂപ്പുകളുടെയും അഡ്മിന്മാരെ ഉടൻ ചോദ്യം ചെയ്യും. ഈ 2 ഗ്രൂപ്പുകളെയും സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്ന ഗ്രൂപ്പാണ് കൂടുതലായി തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിച്ചത്. മിഷേൽ റോഡിലൂടെ നടന്നു പോകുന്നതിന്റെയും ഇൻക്വസ്റ്റ് റൂമിൽ ശവശരീരം കിടത്തിയിരിക്കുന്നതിന്റെയും 2 ചിത്രങ്ങളാണ് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്ന ഗ്രൂപ്പ് നൽകിയത്. 2ലെയും വസ്ത്രങ്ങൾ തമ്മിൽ പ്രഥമദൃഷ്ട്യാ വ്യത്യാസം തോന്നിക്കും. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് മിഷേലിന്റെ മരണം കൊലപാതകമെന്ന് ധ്വനിപ്പിക്കുന്ന പ്രചരണം നടത്തിയെന്നാണ് പരാതി. പോലീസിന്റെ സൈബർ വിഭാഗമാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പൾസർ സുനിയെ അരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 2012 വാഹന മോഷണ കേസിൽ തെളിവെടുപ്പിനായാണ് പോലീസ് സുനിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പാലക്കാട് നെന്മാറ സ്വദേശിയുടെ യമഹ ബൈക്ക് 2012 അരൂരിൽ മോഷ്ടിക്കപ്പെട്ട കേസിൽ 1-ാം പ്രതിയാണ് സുനി. 2016 ഒക്ടോബർ 24 കുന്നംകുളം പോലീസ് വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് പിടികൂടിയതോടെയാണ് കേസ് തെളിഞ്ഞത്. മറ്റു പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നെങ്കിലും സുനിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. നടിയെ ഉപദ്രവിച്ച കേസിൽ പിടിയിലായതോടെയാണ് അരൂർ പോലീസ് ചേർത്തല കോടതിയിൽ നിന്ന് പ്രൊഡക്ഷൻ വാറന്റ് വാങ്ങിയത്. കാക്കനാട് സബ് ജയിലിൽ നിന്ന് അരൂർ SI റിനീഷിന്റെ നേതൃത്വത്തിൽ സുനിയെ ചേർത്തല കോടതിയിലെത്തിക്കുകയായിരുന്നു. വിരലടയാളം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവ് സമാഹരിക്കുന്നതിന് 5 ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ 1 ദിവസത്തെ കസ്റ്റഡിയാണ് ചേർത്തല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചത്. സുനിക്കായി അഡ്വക്കേറ്റ് സോജി സോളമൻ ഹാജരായി. തെളിവെടുപ്പ് പൂർത്തീകരിച്ച് ചൊവ്വാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് SI പറഞ്ഞു. സുനിയെ കോടതിയിലെത്തിച്ചതറിഞ്ഞ് നിരവധി പേർ കാണാനെത്തി. രാമങ്കരി കോടതിയിലും സുനി പ്രതിയായ കേസ് നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കലാഭവൻ മണിയുടെ മരണത്തിൽ തൽക്കാലം അന്വേഷണം ഏറ്റെടുക്കാനാകില്ല എന്ന് CBI ഹൈക്കോടതി അറിയിച്ചു. മെഡിക്കൽ ബോർഡിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ അന്വേഷണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കൂവെന്നും CBI അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. ഈ മാസം 29 മുമ്പ് ഇതിനെക്കുറിച്ച് വിശദീകരണം അറിയിക്കാൻ കോടതി CBIയോട് ആവശ്യപ്പെട്ടു. മണിയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മണിയുടെ ഭാര്യ നിമ്മിയും സഹോദരൻ RLV രാമകൃഷ്ണൻ സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. കേസ് CBIക്ക് കൈമാറി വിജ്ഞാപനം പുറപ്പെടുവിച്ചതായി സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. അന്വേഷണം ഇതുവരെ CBI ഏറ്റെടുത്തില്ലെന്ന വിവരവും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് കേസന്വേഷണം തൽക്കാലം ഏറ്റെടുക്കാനാവില്ലെന്ന നിലപാട് CBI ഹൈക്കോടതിയിൽ അറിയിച്ചത്. മണിയുടെ മരണകാരണം കരൾ രോഗമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിലുള്ളത്. ആന്തരികാവയവങ്ങളിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്താനായില്ലെന്ന് ലാബ് റിപ്പോർട്ടിലും പറയുന്നു. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണത്തിന് പ്രസക്തിയില്ല. മെഡിക്കൽ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുന്നതിനായി മെഡിക്കൽ ബോർഡിന് കൈമാറിയിരിക്കുകയാണെന്നും CBI അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ അന്വേഷണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കൂ എന്നും CBI ഹൈക്കോടതി അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഈ മാസം 29 മുമ്പ് അന്തിമ നിലപാടറിയിക്കാൻ കോടതി CBI അഭിഭാഷകനോട് ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലാണ് നടപടി. തൃശൂർ റൂറൽ SPയുടെ നേതൃത്വത്തിലാണ് കൃഷ്ണദാസിനെ കസ്റ്റഡിയിലെടുത്തത്. റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ലക്കിടി ജവഹർ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിലാണ് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസ് അടക്കം 5 പേർ അറസ്റ്റിലായത്. ലക്കിടി കോളേജ് PRO വത്സലകുമാർ, നിയമോപദേശക സുചിത്ര, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുകുമാരൻ, കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരെയാണ് തൃശൂർ റൂറൽ SP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോളേജിലെ പണപ്പിരിവിനെതിരെ പരാതി നൽകിയതിന് നെഹ്റു കോളേജിലെ ഇടിമുറിയിലെത്തിച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി. കൃഷ്ണദാസാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയതെന്നും പോലീസ് അറിയിച്ചു. ഇപ്പം വകുപ്പിട്ടിരിക്കുന്ന 341 ഉണ്ട്, 365 ഉണ്ട്. 365 കിഡ്നാപ്പിംഗ് കൊണ്ടുവന്ന് ലക്കടി കോളേജിൽ നിന്ന് പാമ്പാടി കോളേജിൽ കൊണ്ടുവന്നത്. പിന്നെ അവിടെ 384 മനഃപൂർവ്വം എഴുതി ഘടിപ്പിച്ചത്. 380, 341, 365, 342 അന്യായ തടങ്കൽ. പാലക്കാട് വാണിയംകുളം PK ദാസ് മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നാണ് കൃഷ്ണദാസിനെ പിടികൂടിയത്. ഇതേ കേസിൽ കൃഷ്ണദാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കേസ് ഡയറി ആവശ്യപ്പെട്ട കോടതി അപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. മുമ്പ് ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെഹ്റു കോളേജ് ചെയർമാൻ P. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി പോലീസിനോട് ആരാഞ്ഞു. കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കൃഷ്ണദാസിനെ കോടതി റിമാൻഡ് ചെയ്തു. ലക്കിടി കോളേജിൽ അനധികൃത പണപ്പിരിവ് ചോദ്യം ചെയ്ത സഹീർ എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിലാണ് കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൃഷ്ണദാസ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി പോലീസിനോട് അറസ്റ്റിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞത്. കൃഷ്ണദാസിന് മേൽ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ എന്തിനാണ് കൂട്ടിച്ചേർത്തതെന്ന് കോടതി ചോദിച്ചു.
പരാതിക്കാരില്ലാത്ത കേസിൽ പോലീസ് എന്തിനിടപെട്ടുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. കേസിൽ പുതിയ വകുപ്പുകൾ ചേർത്തത് ദുരുദ്ദേശപരമാണെന്നും തെറ്റായ പ്രോസിക്യൂഷൻ നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെങ്കിൽ നടപടിയുണ്ടാകുമെന്നും ജസ്റ്റിസ് എബ്രഹാം മാത്യു മുന്നറിയിപ്പ് നൽകി. പൊതുജന താൽപര്യം നോക്കിയല്ല കേസ് അന്വേഷിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയും അച്ഛൻ അശോകനും ഈ മാസം 27 മുതൽ അനിശ്ചിതകാല നിരാഹാരം നടത്തും. തിരുവനന്തപുരം DGP ഓഫീസിന് മുന്നിലാണ് നിരാഹാരം ആരംഭിക്കുന്നത്. കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അന്വേഷണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിരാഹാര സമരം. ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾക്ക് പുറമെ നാട്ടുകാരും നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. SFI, DYFI വനിതാ പ്രവർത്തകരെ നഗ്നരാക്കി മർദ്ദിച്ച ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ല. പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ സമരം നടത്തിയ വനിതാ പ്രവർത്തകരെ ഈ മാസം 9-നാണ് വിവസ്ത്രരാക്കി കൊൽക്കത്ത ജയിലിൽ മർദ്ദിച്ചത്. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ക്രൂരമർദ്ദനം. ആക്രമണത്തിന് എതിരെ CPIM മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ ജോലികളിൽ മെറിറ്റ് അട്ടിമറിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ ബന്ധുക്കളെ പ്രവേശിപ്പിക്കുന്നതിനെതിരെ സമരം നയിച്ച ഇടത് വനിതാ പ്രവർത്തകരാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. പ്രൈമറി ടീച്ചർ നിയമനങ്ങൾ പോലും മമതാ സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ചാണ് SFI, DYFI പ്രവർത്തകർ കൊൽക്കത്തയിൽ പ്രതിഷേധ സമരം നടത്തിയത്. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്ത വനിതാ പ്രവർത്തകരെ കൊൽക്കത്ത ജയിലിൽ വെച്ച് നഗ്നരാക്കി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു. ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു വനിതാ പ്രവർത്തകരെ വിവസ്ത്രരാക്കിയുള്ള മർദ്ദനം. DYFI സംസ്ഥാന സെക്രട്ടറി സായന്ദീപ് മിശ്ര, SFI സംസ്ഥാന പ്രസിഡന്റ് മധുജ സെന്റോയ് തുടങ്ങിയവരെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. എന്നാൽ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിട്ടും ആക്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ല. It is outrageous. It is unprecedented that young women who are political activists should be taken to the Women's Reformatory Home in Alipur jail and searched, stripped, and not only stripped, but they were groped, and it is a form of sexual humiliation. കൊൽക്കത്ത പോലീസ് ജാമ്യമില്ലാ വകുപ്പുകളിലാണ് സമരക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ബൃന്ദ കാരാട്ട്, PK ശ്രീമതി MP എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി. മനുശങ്കർ, ദില്ലി. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഭർത്താവിനെ കൊന്ന് സൂട്ട് കേസിലാക്കി ഉപേക്ഷിക്കാൻ നോക്കിയ ഭാര്യ പിടിയിലായി. പഞ്ചാബിലെ മൊഹാലിയിലാണ് സംഭവം. സമ്പന്നർ താമസിക്കുന്ന മേഖലയിലെ ആഡംബര കാറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നഗരത്തിലെ കോൺഗ്രസ് നേതാവിന്റെ വളർത്തുമകളാണ് പിടിയിലായത്. ഞായറാഴ്ചയാണ് മൊഹാലിയിൽ ഇഖാം സിംഗ് ധില്ലൻ എന്ന വ്യവസായിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മൊഹാലിയിലെ സമ്പന്നർ താമസിക്കുന്ന മേഖലയിൽ BMW കാറിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. കേസുമായി ബന്ധപ്പെട്ട് ധില്ലന്റെ ഭാര്യ സീരത് കൗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 12 വർഷം മുമ്പാണ് ധില്ലനും സീരത്തും വിവാഹിതരായത്. സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഇരുവരും. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ധില്ലന്റെ ബിസിനസ്സിൽ ഇടിവ് സംഭവിക്കാൻ തുടങ്ങി. സാമ്പത്തികമായി തകർച്ച നേരിടുന്നതിന്റെ പേരിൽ ധില്ലനും സീരത്തും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ച തനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാവില്ലെന്നായിരുന്നു സീരത്ത് കൗറിന്റെ വാദം. ശനിയാഴ്ചയും ധില്ലനും സീരത്തും തമ്മിൽ വഴക്കുണ്ടായി. ദേഷ്യം മൂത്തിയ യുവതി വീട്ടിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഭർത്താവിനെ വെടിയുതിർക്കുകയായിരുന്നു. തലയ്ക്ക് വെടിയേറ്റ ധില്ലൻ തൽക്ഷണം മരിച്ചു. ഭർത്താവിന്റെ മൃതദേഹം സൂട്ട് കേസിലാക്കി ഉപേക്ഷിക്കാനായിരുന്നു യുവതിയുടെ പദ്ധതി. ഇതിനായി മൃതദേഹം വലിയൊരു സൂട്ട് കേസിനകത്താക്കി. കാറിനടുത്തേക്ക് വലിയൊരു പെട്ടി ചുമന്നുകൊണ്ടുവരുന്നത് ഒരു ഓട്ടോക്കാരൻ കാണാനിടയായി. പെട്ടിയിൽ രക്തം കണ്ട ഓട്ടോറിക്ഷക്കാരന് സംശയം തോന്നി പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് പരിശോധനയിലാണ് ദില്ലന്റെ മൃതദേഹം കണ്ടെടുത്തത്. സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായത്തോടെ മൃതദേഹം കനാലിൽ ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതിയെന്ന് സീരത് കൗർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് സീരത്തിന്റെ അമ്മ ജസ്വീന്ദർ കൗർ, സഹോദരൻ പ്രതാപ് സിംഗ് എന്നിവർക്കെതിരെയും കേസെടുത്തു. ഈ ദമ്പതികൾക്ക് 6 വയസ്സുള്ള മകളും 11 വയസ്സുള്ള മകനുമുണ്ട്. കൊല നടക്കുമ്പോൾ മക്കൾ ഫ്ളാറ്റിലുണ്ടായിരുന്നെങ്കിലും ഉറക്കത്തിലായതിനാൽ തങ്ങളൊന്നും അറിഞ്ഞില്ലെന്നാണ് കുട്ടികൾ നൽകിയ മൊഴി. തോക്കിന് ലൈസൻസ് ഉണ്ടായിരുന്നെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്. കൊലപാതകത്തിൽ ബന്ധുക്കളുടെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മകളാണ് സീരത്ത്. ചെറുപ്പത്തിലെ അച്ഛനമ്മമാർ മരിച്ച സീരത്തിനെ ഇദ്ദേഹം എടുത്തു വളർത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ലണ്ടനിൽ പിഞ്ചുബാലനെ കൊലപ്പെടുത്തിയ ഇന്ത്യൻ വംശജൻ അറസ്റ്റിലായി. 1 വയസ്സുള്ള കുട്ടിയെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സഹോദരങ്ങളായ കുട്ടികളും പരിക്കേറ്റ് ചികിത്സയിലാണ്. പ്രതി ലഹരിക്കടിമയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. 1 വയസ്സുകാരനായ കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഇന്ത്യൻ വംശജൻ അറസ്റ്റിലായത്. വടക്കൻ ലണ്ടനിലെ ഫിൻസ് പാർക്കിൽ നിന്നുമാണ് ബിന്ദ്യാസാഗർ എന്ന 33-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ഫ്ളാറ്റിനടുത്തുള്ള കെട്ടിടത്തിലാണ് ഹോട്ടൽ തൊഴിലാളിയായ ഇയാൾ താമസിച്ചിരുന്നത്. ശനിയാഴ്ച രാത്രി ബിന്ദ്യാസാഗർ ഫ്ളാറ്റിൽ ചെന്ന് ഇരട്ട സഹോദരികളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ബാലനെയും സഹോദരികളെയും ഇയാൾ മർദ്ദിക്കുകയായിരുന്നു. ചുറ്റിക കൊണ്ടുള്ള അടിയുടെ ആഘാതത്തിൽ കുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരച്ചിൽ കേട്ട് അമ്മ എത്തിയപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് കുട്ടികളെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ ആൺകുട്ടി രാത്രി 1 മണിയോടെ മരിച്ചു.
മർദ്ദനമേറ്റ സഹോദരിമാരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പ്രതി ലഹരിക്ക് അടിമയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. രാഷ്ട്രീയ പകയെ തുടർന്ന് അലഹാബാദിൽ ബഹുജൻ സമാജ് പാർട്ടി നേതാവ് വെടിയേറ്റ് മരിച്ചു. ബൈക്കിലെത്തിയ ഒരു സംഘമാണ് കൃത്യം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ BJP നേതാക്കൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അലഹാബാദ് ബഹുജൻ സമാജ് പാർട്ടി നേതാവ് മുഹമ്മദ് ഷമിയാണ് തിങ്കളാഴ്ച പുലർച്ചെ വെടിയേറ്റ് മരിച്ചത്. മൗ ഐമയിലുള്ള വീടിന് പുറത്തിരിക്കുമ്പോഴായിരുന്നു ഷമിക്ക് വെടിയേറ്റത്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകമായിരുന്നു അനിഷ്ട സംഭവം. ബൈക്കിലെത്തിയ അക്രമി സംഘമാണ് കൃത്യം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ BJP നേതാക്കൾക്കെതിരെ പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 3 लोग को नामजद किया, 1 लोग को अज्ञात की जो है उसमें तहरीर में दिया है और यथाशीघ्र केस का अनावरण किया जाएगा. इसमें क्राइम ब्रांच और सभी लोग इसके अंदर लगे, यथाशीघ्र का अनावरण किया जाएगा. UP അസംബ്ലി നടക്കുമ്പോഴാണ് ഷമി BSPയിൽ ചേർന്നത്. ഷമി മുലായം സിംഗ് യാദവിന്റെ അടുത്ത സഹായിയായിരുന്നു. കോൺഗ്രസ് പാർട്ടി പ്രവർത്തന കാലത്ത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായും ഷമി നല്ല ബന്ധം പുലർത്തിയിരുന്നു. ബഹുജൻ സമാജ് പാർട്ടി MLA ലാൽജി വർമ്മയുടെ മകൻ കഴിഞ്ഞ ആഴ്ച സ്വയം വെടിയുതിർത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനു പിന്നാലെയാണ് പാർട്ടി നേതാവ് വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. വരും ദിവസങ്ങളിൽ പ്രതികൾ അറസ്റ്റിലാകുമെന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്. പത്തനംതിട്ടയിൽ KSU സംഘടനാ തെരഞ്ഞെടുപ്പിനിടെ AI ഗ്രൂപ്പ് സംഘർഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരവധി മാധ്യമപ്രവർത്തകർ മർദ്ദനമേറ്റു. KPCC അംഗം ജയവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. കാഴ്ചയിലേക്ക്. തലസ്ഥാനത്ത് വൻ കഞ്ചാവ് വേട്ട. നഗരത്തിൽ 2 ഇടങ്ങളിൽ നിന്നായി 10 കിലോ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. കഞ്ചാവ് കൈവശം വെച്ച തിരുവനന്തപുരം സ്വദേശികളായ ജോണി, തോമസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് വാങ്ങാനെന്ന വ്യാജേന സമീപിച്ചാണ് ജോണിയെയും തോമസിനെയും ഷാഡോ പോലീസ് പിടികൂടിയത്. നേരത്തെ അറസ്റ്റിലായിരുന്ന മറ്റ് കഞ്ചാവ് വിൽപ്പനക്കാരിൽ നിന്നും ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസ് വലവിരിച്ചത്. കഞ്ചാവ് വിൽപ്പനക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിരന്തരം ബന്ധപ്പെട്ട ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവർ കഞ്ചാവുമായി എത്തുകയായിരുന്നു. തിരുവനന്തപുരം DCP അരുൾ B. കൃഷ്ണ. നമ്മുടെ സിറ്റിയിലെ 1-2 മെയിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അവരുടെ കയ്യിൽ ആ സമയത്തുണ്ടായിരുന്ന എമൗണ്ട് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ കച്ചവടക്കാർ വരുന്ന ദിവസങ്ങളിൽ പിടിയിലാകും. അമരവിള സ്വദേശിയായ ജോണിയെ നേരത്തെയും പലതവണ കഞ്ചാവ് കേസിൽ പിടികൂടിയിട്ടുണ്ട്. കളക്കൂട്ടം സ്വദേശിയായ തോമസും ജോണിയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയിരുന്നത്. കഴിഞ്ഞയാഴ്ച തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും പ്രസ് സ്റ്റിക്കർ പതിച്ച വണ്ടിയിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 4 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഇവർ വഴി നടത്തിയ അന്വേഷണവും ജോണിയിലേക്കാണ് എത്തിച്ചേർന്നത്. ഈ വർഷം ഇതുവരെയായി 40 കിലോഗ്രാമോളം കഞ്ചാവാണ് തിരുവനന്തപുരത്തു നിന്നും ഷാഡോ പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം 21 വർഷമായി ഭൂമി പോക്കുവരവ് ചെയ്യാനാകാതെ ഒരു കുടുംബം. തിരുവനന്തപുരം ചാല കച്ചേരി വീട്ടിൽ സുബൈറും കുടുംബവുമാണ് ഭൂമി സ്വന്തം പേരിലാക്കാൻ 2 പതിറ്റാണ്ടിലധികമായി കോടതികളും സർക്കാർ ഓഫീസുകളും കയറിയിറങ്ങുന്നത്. പിന്നിൽ ക്വാറി മാഫിയയാണെന്നാണ് ആരോപണം. റിപ്പോർട്ടുമായി ഇന്ന് ഇവിടെ പറയുന്നു. നമസ്കാരം. സുബൈറിന്റെ ഭാര്യ മാജിദ ബീവിയുടെ പേരിൽ 1996 ജൂലൈ 20-നാണ് കൊല്ലം ചിതറ വില്ലേജിൽ ഭൂമി വാങ്ങുന്നത്. റീസർവേ റെക്കോർഡും പ്രകാരം 5 ഏക്കറോളം ഭൂമിയാണ് ഇവർ വാങ്ങിയത്. തുടർന്ന് ഭൂമി പോക്കുവരവ് ചെയ്യാൻ ചിതറ വില്ലേജ് ഓഫീസറെ സമീപിച്ചു. എന്നാൽ ഇവർ വാങ്ങിയ സ്ഥലത്ത് 10 സെന്റ് സർക്കാർ ഭൂമിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിച്ച ശേഷമേ പോക്കുവരവ് ചെയ്യാനാവൂ എന്നുമായിരുന്നു വില്ലേജ് ഓഫീസറുടെ നിലപാട്. പിന്നീട് ഇവർ ജില്ലാ കളക്ടറെ സമീപിച്ചു. പ്രസ്തുത പ്രദേശത്ത് സർക്കാർ ഭൂമി ഇല്ലെന്ന് കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘം കണ്ടെത്തി. ഭൂമി പോക്കുവരവ് ചെയ്തു നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. മാജിദ ബീവിയുടെ ഭർത്താവ് സുബൈർ: ഇപ്പോൾ വീണ്ടും എൻ്റെ വസ്തുവിൽ പുതിയ തർക്കങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു. ഞാൻ കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും വിധി വാങ്ങിയിട്ടുള്ളതാണ്. ഇതാരോ ആർക്കോ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥരും മറ്റ് ചില രാഷ്ട്രീയക്കാരും കൂട്ടുനിന്നുകൊണ്ട് ഇതിനെ തടയുന്നു. തുടർന്നും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. പിന്നീട് ഇങ്ങോട്ട് നാളുകൾ നീണ്ട നിയമപോരാട്ടം. മാജിദ ബീവിയുടെ മകൻ ഷഹീൻ സുബൈർ: ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പകുതി ഭാഗവും ഇതിന് പോയിരിക്കുന്നു.
സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടും മാനസികമായിട്ടും ആകെ തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിനിടയിൽ വസ്തുവിന്റെ തണ്ടപ്പേര് വില്ലേജ് ഓഫീസിൽ തിരുത്തിയതായും വ്യക്തമായി. ലോകായുക്തയെ സമീപിച്ചെങ്കിലും അവിടെ നിന്നും നീതി ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി മാജിദ ബീവിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. വിധി അനുകൂലമായിട്ടും ഈ കുടുംബത്തോടുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ദ്രോഹം തുടരുകയാണ്. പ്രസ്തുത ഭൂമിയിൽ വിലപിടിപ്പുള്ള ഗ്രാനൈറ്റ് ഉണ്ട് എന്നതിനാൽ ഭൂമിക്ക് വേണ്ടി ചില ക്വാറി മാഫിയകൾ ചരടുവലികൾ നടത്തുന്നതാണ് പോക്കുവരവിന് തടസ്സമെന്ന് ഇവർ ആരോപിക്കുന്നു. ഭൂമി വാങ്ങിയിട്ട് 20 വർഷങ്ങൾ പിന്നിടുന്നു. കരമടച്ച് വസ്തു പേരിൽ കൂട്ടാൻ ഹതഭാഗ്യനായ സുബൈറിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ വിധിയുണ്ടായിട്ടും റവന്യൂ അധികൃതർ മൗനം തുടരുകയുമാണ്. പിന്നിൽ ക്വാറി മാഫിയകളെന്ന് വ്യക്തം. ചിതറ മടത്തറയിൽ നിന്നും ക്യാമറാമാൻ അഖിലേഷിനൊപ്പം KG ദിനകർ.